അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ചാർലി കർക്ക് കൊല്ലപ്പെട്ടു. ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വെടിയേറ്റ് മരിച്ചത്. ചാർലി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെയും കൊലപാതകം കണ്ട് കാണികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. There were gunshots. Do you know where that came from? No idea. Oh my gosh. Does everyone know this campus? Oh, what do we do? What do we do? I don't know. Oh my gosh. I think they understand that. Yeah, I don't know. What? Were you out there? Yeah. What was? There was like a gunshot. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, അമേരിക്കയെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ട്രംപിന്റെ വിശ്വസ്തൻ ആണ് മരണപ്പെട്ടത്. ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആണ് നഷ്ടമായത് എന്ന് ട്രംപ് തന്നെ പറയുന്ന സാഹചര്യം. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു അനുയായിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ചാർലി കർക്ക്. 31 വയസ്സായിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായിട്ട് അടുത്ത ബന്ധം തന്നെ ഈ ചാർലി കർക്കിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പോയി കാണാൻ, ഏത് സമയത്തും ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പോയി കാണാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു കൺസർവേറ്റീവ് പാർട്ടിയിലെ ഒരു വിശ്വാസിയായിരുന്നു ഈ ചാർലി കർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം അമേരിക്കൻ കംബാക്ക് ടൂർ എന്ന് പറയുന്ന ഒരു അമേരിക്കയിലുടനീളം ഒരു പരിപാടി നടത്തുമായിരുന്നു. ഈ പരിപാടി കാണാനായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാരെത്തുമായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയിൽ ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പരിപാടി ടിക്കറ്റ് എടുത്താണ് ആളുകൾ കാണാനെത്തിയത്. 3000-ഓളം ആളുകൾ കാണാൻ ഇയാളോട് ചാർലി കർക്കുമായി സംസാരിക്കാനും സംവദിക്കാനുമായി 3000-ഓളം ആളുകൾ ഈ ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് 200 മീറ്റർ വ്യത്യാസത്തിൽ ഒരു റൂഫ് ടോപ്പിൽ നിന്നാണ് ചാർലി കർക്കിന് വെടിയേറ്റത്. കഴുത്തിലാണ് വെടിയേറ്റത്. കഴുത്തിന് വെടിയേറ്റ ഉടൻ തന്നെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചാർലി കർക്കിന് ജീവൻ രക്ഷിക്കാനായില്ല. ഇത്തരത്തിൽ 2 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരു കറുത്ത വേഷം ധരിച്ചിരുന്ന ഒരാളാണ് വെടിവെച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 2 പേരെയും സംശയം മാത്രത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അത് അവർക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത 2 പേരെയും പോലീസ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ ഡോർ ടു ഡോർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റവാളി ഓടി രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് കരുതുന്ന എല്ലാ മേഖലകളിലും വീടുകൾ തോറും കയറി ഇറങ്ങി പോലീസ് അന്വേഷിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്രയും വേഗം കൊലയാളിയെ പിടികൂടണം. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ആരാണിത് ചെയ്തത്, എന്തിനാണിത് ചെയ്തത്, എന്തുകൊണ്ടാണിത് ചെയ്തത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ദൃക്സാക്ഷികൾ, ഈ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. ഈ ചാർലി കർക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ആളുകളുടെ ഒരു ബഹുമതിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ചാർലി കർക്ക് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. അതിൽ 4 മില്യണോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തും. അതിന് താഴെ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നത്. അതനുസരിച്ച് അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമായി വലതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാളായിരുന്നു ഈ ചാർലി കർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള ആളുകൾ കമൻറ്റ് ബോക്സിലടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഒരു നീക്കം എന്തിനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന
പറയുന്നത് അമേരിക്കയെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു. വിവിധ അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിലുള്ള അനുശോചന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം വിവാഹിതരാണ്, 2 മക്കളുണ്ട്. അവരുടെ എല്ലാം ഒരു അനുശോചനം, അവർക്കെല്ലാം ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേർ. എന്തായാലും അമേരിക്കയെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയാണ് ഈ 31കാരൻ്റെത് എന്നുള്ളതാണ്. കാരണം ഈ 31 വയസ്സിനിടയിൽ അമേരിക്കയിലെ പ്രമുഖ സ്ഥലങ്ങളിലെല്ലാം പോയി പ്രസംഗിക്കുകയും യൂത്തിനെ, അവിടുത്തെ യുവാക്കളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ ചാർലി കർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ ആണെങ്കിലും നേരിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ ആണെങ്കിലും വലിയ രീതിയിൽ യുവാക്കളെ തന്നോട് ചേർത്ത് നിർത്താനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ഇപ്പോൾ അമേരിക്കയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കൊലയാളിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അഭിലാഷ്. യെസ്, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ട്രംപുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന, ട്രംപിൻ്റെ തന്നെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ ആണ് മരണപ്പെട്ടത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. എന്തായാലും കൊലയാളിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. I'm getting out of here.